നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ വടകരയിൽ തടഞ്ഞു. എന്തിനു തടഞ്ഞു? ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവ് വസിഫ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ആരെയും നിയോഗപ്പെടുത്തിയില്ല ഷാഫിയെ വഴി തടയാനെന്ന്. എന്തുകൊണ്ടെന്നാൽ മറ്റൊന്നുമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടെ യുവജന സംഘടനയിൽ എടുത്തു പറയാൻ ഏതെങ്കിലും നേതാക്കളുണ്ടോ ഷാഫിയോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിൽപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോളം എന്നൊരു ചോദ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തൂ. രാഹുൽ മാങ്കൂട്ടം അല്ല, ഷാഫി പറമ്പിൽ എന്നൊരു നേതാവ് കേരളത്തിൽ വളർന്നു വരുന്നതിൽ CPM-ലെ നേതാക്കൾക്ക് അതിഭീകരമായ അസഹിഷ്ണുതയുണ്ട്. വടകരയിൽ അവർ വീമ്പ് പറയുന്ന അവരുടെ കൊടികെട്ടിയ സഖാക്കൾക്കിടയിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. ഷാഫി പറമ്പിലിന്റെ പൊതു സ്വീകാര്യതയിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വല്ലാതെ വിരളി പിടിച്ചിരിക്കുന്നു. കേരളത്തിലെ 141 മണ്ഡലങ്ങളിലും ഷാഫി പറമ്പിലിനെ നിർത്തിയാലും ഷാഫി പറമ്പിലിന് ആ മണ്ഡലത്തിലെ ജനങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടവനായി മാറാനുള്ള പൊതു സ്വീകാര്യത ഷാഫി പറമ്പിലിനുണ്ട്. അത് ഇവർക്ക് സഹിക്കുന്നില്ല. ഷാഫി പറമ്പിൽ മാത്രമല്ല, കോൺഗ്രസിൽ പിന്നെയും യുവ നേതാക്കളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയാൽ അബിൻ വർക്കിയുണ്ട്, ചാണ്ടി ഉമ്മനുണ്ട്, പിന്നെയും ഉണ്ട് നേതാക്കൾ. പണ്ട് CPM-ന് 1970-കൾക്കിപ്പുറം 80-90-കളിലൊക്കെ ഇത്തരത്തിൽ ചില യുവ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയാൻ CPM-ന് എത്ര നേതാക്കളുണ്ട്? അത്തരത്തിൽ നേതാക്കൾ ഇല്ലാത്ത അവർക്ക് അത്തരത്തിൽ യുവ നേതൃത്വങ്ങൾ ഇല്ലാത്തതിന്റെ അസഹിഷ്ണുതയാണ് ഷാഫി പറമ്പിലിന് മേൽ ഇന്നലെ വടകരയിൽ അവർ കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ കഴിഞ്ഞ നാളുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ അപവാദ കഥ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം മിസ്റ്റർ വിജയൻ എന്ന് സംബോധന ചെയ്തതിന്റെ ഫലമാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം, അതിന് പിന്നിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചില സൈബർ ഹാൻഡിലുകൾ, സൈബർ വക്താക്കൾ CPM-ലെ ചില സൈബർ വക്താക്കളുമായി ചേർന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. 3 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തുവിടുന്നതിന് പിന്നിൽ ആര്? ഏതായാലും ഷാഫി പറമ്പിലിനെ ഇന്നലെ വടകരയിൽ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ നേതാക്കൾ തടഞ്ഞതിലൂടെ ഷാഫി പറമ്പിൽ എന്ന നേതാവ് കേരളത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാവുകയാണ്. ഷാഫി പറമ്പിലിനെ അത്ര കണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഷാഫി പറമ്പിൽ എന്ന മുഖം മാത്രമല്ല, കോൺഗ്രസിന് അബിൻ വർക്കി ഉൾപ്പെടെ പറയുന്ന രീതിയിൽ ഷാഫി ഉൾപ്പെടെ നിരവധി നേതാക്കൾ, ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഒരു 2ാം നിര നേതൃത്വം, യുവ നേതൃത്വം വളർന്നു വരുന്നു. അത് CPM-ന് സഹിക്കുന്നില്ല. അതിനു വേണ്ടിയുള്ള എല്ലാ പെടാപ്പാടും CPM കാണിക്കുന്നുണ്ട്. ഒരു വസീഫിനോ അല്ലെങ്കിൽ മറ്റു പലർക്കോ എന്ത് പേരാണുള്ളത്? ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, രാഹുലിന് ഉണ്ടായിരിക്കുന്ന ഒരു പേരുദോഷം, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പിണറായി വിജയൻ കേസെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇതെല്ലാം മറികടന്ന് ഇതിലും നല്ലൊരു നേതാവായി മാറാനുള്ള വഴി CPM തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. കേവലം 1 വർഷത്തിനപ്പുറം ഈ കേസോ ഈ പറയുന്ന നൂലാമാലകളോ ഒന്നുമില്ലാതെ രാഹുൽ തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരുന്നു. കാരണം CPM അങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും നേരിടുന്നത്. ഏതായാലും ഒരു ഷാഫി പറമ്പിലിനെ ഇത്ര കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ? കോൺഗ്രസിന് ഒരു 2ാം നിര നേതൃത്വം ഇതിന് ഏതാനും നാളുകൾക്കകം തന്നെ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആ 2ാം നിര നേതൃത്വത്തിനെ മത്സരത്തിന് ഇറക്കും. അത് CPM-നെ വിരളി പിടിപ്പിക്കുക തന്നെ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ വിരളി പിടിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും.